കാന്തപുരം വിഭാഗം നേതാവും സുന്നി വോയിസിന്റെ എഡിറ്റർ ഇൻചാർജുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയെ എയറിലാക്കി സോഷ്യൽ മീഡിയ. ഒരു പാവം സ്ത്രീയുടെ സന്തോഷം ഒരു വാക്കിലൂടെ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തു കിട്ടി ഉസ്താദെ എന്നാണ് ചോദ്യം. ഭർത്താവ് മരിച്ചിട്ട് 25 വർഷം പടപൊരുതി ജീവിച്ച ഒരു വീട്ടമ്മ നഫീസുമ്മ, 3 പെൺമക്കൾ, കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തുമാണ് എല്ലാവരെയും വളർത്തി വലുതാക്കിയത്. അന്നൊക്കെ നഫീസുമ്മ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ 3 പെൺമക്കളെയും വിവാഹം കഴിപ്പിച്ചയച്ച് സ്വസ്ഥയാണ് ഉമ്മ. അടുത്തിടെ മകൾ ജിഫ്നയ്ക്കൊപ്പം കോഴിക്കോട് സ്വദേശിനി നഫീസുമ്മ മനാലിയിൽ ടൂറ് പോയി. സന്തോഷം നിറഞ്ഞ യാത്രയ്ക്കിടയിൽ ആദ്യമായി മഞ്ഞുകണ്ട ഉമ്മ മഞ്ഞ് വാരി കളിച്ചു. ആഹ്ലാദം പങ്കുവയ്ക്കുന്ന വീഡിയോ റീലായി പുറത്തുവന്നു. മണിക്കൂറുകൾക്കകം 50 ലക്ഷത്തിന് മേലെ ആളുകൾ ഈ റീൽ കണ്ടു. എന്നാൽ ഇവിടെ കൊണ്ട് തീർന്നില്ല സംഭവം. പിന്നാലെ തെറിയഭിഷേകവും അടക്കം പറച്ചിലും കുറ്റപ്പെടുത്തലും. എല്ലാത്തിനും മുകളിൽ ആണിയടിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം നേതാവും സുന്നി വോയിസിന്റെ എഡിറ്റർ ഇൻചാർജുമായി ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി നഫീസുമ്മയെ അവരുടെ യാത്രയെയും അധിക്ഷേപിച്ച് രംഗത്തെത്തി. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ഒരു വെല്ലുമ്മ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ദിക്കറും ചൊല്ലുന്നതിനു പകരം ഏതോ അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞിൽ കളിക്കാൻ പോയി. മഞ്ഞു വാരി അങ്ങനെ ഇടുകയാണ് മുപ്പത്തി എന്നായിരുന്നു വിമർശനം. പ്രസംഗം വൈറലായതിനു പിന്നാലെ കാന്തപുരം വിഭാഗം നേതാവിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അതിനിടയിലാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ എന്ന ചോദ്യവുമായി മകൾ ജിഫ്ന രംഗത്തെത്തിയത്. ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ? ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ? ഉമ്മയുടെ കണ്ണീരിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ തീരൂ എന്നും ജിഫ്ന പറയുന്നുണ്ട്.